വർഷങ്ങൾക്ക് മുമ്പ് യാത്ര ആരംഭിച്ച ഒരു ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിലൂടെ പോകുന്നതിനെക്കുറിച്ചാണ് കഴിഞ്ഞൊരു മാസമായിട്ട് എല്ലാവരുടെ ചർച്ചയും സംശയവും. അതെ, 3I അറ്റ്ലസ്. എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തേർഡ് ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ 2 ഒബ്ജക്റ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അറ്റ്ലസ് എന്ന് പറയുന്നത് ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്റ്റ് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് ഹവായി ആണ്. ഹവായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആസ്ട്രോണമി, അവരാണ് ഇതിൻ്റെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. ഇനി ഇതിൻ്റെ പ്രധാന പരിപാടി എന്താണെന്ന് വെച്ചാൽ NEOs, അതായത് നിയർ എർത്ത് ഒബ്ജക്റ്റുകളെ കണ്ടെത്തുക, അതിനെ അഡ്വാൻസ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യുക, അത് നമ്മളെ ഇൻഫോം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി എന്താണ് ഈ ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകൾ? ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസിലുള്ള ഒബ്ജക്റ്റാണ്, സച്ചസ് കോമറ്റ് അല്ലെങ്കിൽ ആസ്ട്രോയിഡ്, ഈവൻ പ്ലാനറ്റ്, അല്ലെങ്കിൽ ഒറിജിൻ ഫ്രം ഔട്ട്സൈഡ് സൈഡ് ഓഫ് അവർ സോളാർ സിസ്റ്റം. ഇങ്ങനെ വരുന്ന എല്ലാ ഒബ്ജക്റ്റുകളിനെയും നമുക്ക് ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റ് എന്ന് പറയാം, അതായത് നമ്മുടെ സൗരയൂഥത്തിന് പുറത്ത് വരുന്നത്. ഇനി ബാക്കിയുള്ള 2 ആരൊക്കെയാണെന്ന് നോക്കാം. 3 പേരാണുള്ളത് നമ്മൾ പറഞ്ഞു, 3I അറ്റ്ലസ് അടക്കം. അപ്പോൾ 2 പേരുണ്ട് ഇനി ബാക്കി. അതിൽ ഒന്നാമത്തെ ആളാണ് ഒമൂവ. ഇനി രണ്ടാമത്തെ പേരാണ് ബൊറിസോവ്. ഈ ഒമൂവയെ നമ്മൾ കണ്ടുപിടിച്ചത് 2017 ഒക്ടോബർ 19 ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എ മെസ്സഞ്ചർ ഫ്രം എ ഫാർ അറൈവിങ്. പാൻസ്റ്റാസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് റോബർട്ട് വെരയ്ക്ക് ഇവനെ കണ്ടുപിടിച്ചത്. ഈ ഓമൂവയുടെ എസ്റ്റിമേറ്റ് വലുപ്പം എന്ന് പറയുന്നത് 100 മുതൽ 400 മീറ്റർ വരെയാണ്. വിത്ത് ഹൈലി ഇലാബറേറ്റഡ് ഷേപ്പാണ് ഇതിന്. 2017 ഒക്ടോബർ 19 ഇവനെ കണ്ടെത്തിയത്. സൂര്യനിൽ നിന്ന് ഏകദേശം 33 ദശലക്ഷം കിലോമീറ്റർ ദൂരത്തായിരുന്നു നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു സ്ഥാനം എന്ന് പറയുന്നത്. സന്ദേശവാഹൻ എന്നാണ് ഇതിൻ്റെ അർത്ഥമെങ്കിലും ആക്ച്വലി ഔദ്യോഗികമായി ഇതിനെ പറയുന്ന പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1I/201701. ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേര്. സ്പെക്ട്രോസ്കോപ്പിക് പരീക്ഷണങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റിന് ഒരു റെഡിഷ് കളറാണ്, ഡ്യൂ ടു കോസ്മിക് റേ ഇറേഡിയേഷൻ ഓവർ 100 മില്യൺ ഇയേഴ്സ്. അപ്പോൾ അത്രയും കാലത്ത് അത് സഞ്ചരിച്ച് വരുന്നതിനെ കൊണ്ടാണ്, അതിനൊരു കോസ്മിക് ഇറേഡിയേഷൻ കൊണ്ടാണ് റെഡിഷ് കളർ വരുന്നത്. ഈ സ്പെക്ട്രോസ്കോപ്പി എന്താണെന്ന് നമുക്ക് അറിയാം, കാരണം നമ്മൾ വളരെ ദൂരെയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവിടെ ജീവൻ്റെ സാധ്യതയുണ്ടെന്നൊക്കെ എങ്ങനെയാണ് കണ്ടെത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ മാറ്ററിൻ്റെയും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെയും കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ് ഈ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ നിങ്ങളിപ്പം ഈ ഇമേജ് കാണുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ തരത്തിലുള്ള മൂലകങ്ങളാണ് അവിടെ ഉള്ളത്, ഏതൊക്കെ തരത്തിലുള്ള മെറ്റൽസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലായിരിക്കുന്നത് ഇതിനൊരു റെഡിഷ് കളറാണ്. പിന്നെ ഇതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് സ്ട്രോങ്ലി ഹൈപ്പർ പാരബോളിക് ട്രജക്ടറിയാണ് വിത്ത് 1.20 എക്സെൻട്രിസിറ്റി ആണ് ഇതിനുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ബോണ്ടിലല്ല ഇത് വരുന്നത്, അതിന് ഒരു നോൺ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷനാണുള്ളത്. അതുകൊണ്ട് നമ്മളെ സോളാർ സിസ്റ്റത്തിലുള്ള ഒരു ഒബ്ജക്റ്റിന് ഇത്രയും വേഗത്തിൽ ഒരിക്കലും സഞ്ചരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇതൊരു ഔട്ടർ സോളാർ സിസ്റ്റത്തിൽ നിന്ന് വന്നതാണ്. ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് ഏകദേശം 26.33 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. പിന്നെ അത് സൂര്യൻ്റെ ഒരു ഗ്രാവിറ്റേഷൻ പുള്ളിലേക്ക് എൻ്റർ ചെയ്യുള്ളൂ, അതായത് നമ്മളൊരു റിങ് പോലെയാണല്ലോ. അപ്പോൾ അതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് 87.3 കിലോമീറ്റർ പെർ സെക്കൻഡ് സ്പീഡായിട്ട് ഇത് ഇൻക്രീസ് ചെയ്തു. ശേഷം പിന്നെയും തിരിച്ച് ബാക്ക് ടു 26.33 റിട്ടേൺ ചെയ്തിട്ട് അത് യാത്ര തുടർന്നു. ഇനി ഇതിൻ്റെ റൊട്ടേഷനെ കുറിച്ച് പറയുന്നത് കുറച്ച് കോംപ്ലക്സ് ആണ്, ഒരു തരം ട്രിംബ്ലിംഗ് ആണ്, അല്ലാണ്ട് ഒരു റാദർ ദാൻ സ്പിന്നിങ് അതൊരു ട്രിംബ്ലിംഗ് രീതിയിലാണ് കറങ്ങുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 7.3 to 8.1, 7.3 മുതൽ 8.1 മണിക്കൂറാണ് അതിൻ്റെ ഒരു റൊട്ടേഷന് വേണ്ടി എടുക്കുന്നത്. 1I ഒമൂവൻ്റെ അകത്ത് സോളിഡ് നൈട്രജൻ, ഐസ് തുടങ്ങിയ സാധനങ്ങളാണ് കാണുന്നത്. ഇത് നമ്മുടെ പ്ലൂട്ടോൻ്റെ സർഫസ് പോലെയല്ല, അല്ലെങ്കിൽ പ്ലൂട്ടോൻ്റെ സർഫസിൽ കണ്ടുവരുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ സർഫസിലും ഉണ്ടായിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അത് നമ്മുടെ സാറ്റർൻ പ്ലാനറ്റിൻ്റെ ഓർബിറ്റിലൂടെ ഫെയ്ഡായിപ്പോയി. അതിൻ്റെ ഒറിജിനൽ ഏത് സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നാണെന്നോ അല്ലെങ്കിൽ ഏത് ഗാലക്സിയിൽ നിന്നാണെന്നോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുപോലെ തന്നെ ഏജിനെ കുറിച്ചും നമുക്ക് പ്രത്യേകിച്ചൊരു ധാരണയില്ല. പക്ഷേ ഏകദേശം 100 മില്യൺ വർഷങ്ങളായി, ഏകദേശം 100 മില്യൺ വർഷങ്ങളോളം സഞ്ചരിച്ചാണ് ഇത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെത്തിയത്. അടുത്ത ഒരു ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 2I ബൊറിസോവ്. ഇതിനെ കണ്ടുപിടിച്ചത് 2019 ഓഗസ്റ്റ് 30 ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു പ്രത്യേകത ഒന്നും ഇതില്ല. ഇതൊരു സാധാരണ കോമറ്റ് എന്താണോ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ടിപ്പിക്കലി ഒരു കോമറ്റിനുള്ള എല്ലാ ഫീച്ചറാണ് ഇതിനുള്ളത്. നമുക്കറിയാം, നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കോമ, ടെയിൽ, അതിൽ ഹൈപ്പർ പാരബോളിക് ആയിട്ടുള്ള ഓർബിറ്റ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാം ഇറ്റ്സ് ഒറിജിൻ ഫ്രം അതർ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ ഔട്ടർ സോളാർ സിസ്റ്റത്തിൽ നിന്നാണ് ഇത് വന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇവനെ കണ്ടുപിടിച്ചത് നാസയോ യൂറോപ്യൻ സ്പേസ് ഏജൻസിയോ ഒന്നല്ല, ഒരു അമേച്ചർ ആസ്ട്രോണറായ കാൻഡി ബൊറിസോവ് ആണ്. അതുകൊണ്ടാണ് അതിന് ബൊറിസോവ് എന്നുള്ള പേരും കൊടുത്തത്. 2019 ഓഗസ്റ്റ് 30 അദ്ദേഹം കണ്ടുപിടിച്ചത്. അതൊരു ഹോം മെയ്ഡ് 0.65 മീറ്റർ ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ ട്രജക്ടറി എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഹൈപ്പർബോളിക്
ഓർബിറ്റാണ് വിത്ത് ആൻ എക്സ്റ്റൻസിറ്റി ഓഫ് ഗ്രേറ്റർ ദാൻ 3, അത് കൃത്യമായി പറയുകയാണെങ്കിൽ 3.36. ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പാണ് ഇതും നമ്മുടെ ഒരു സോളാർ സിസ്റ്റത്തിലല്ല, ഇറ്റ്സ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദി സോളാർ സിസ്റ്റം. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 32 km/s ആണ്, എബൌട്ട് ഒരു 2 AU, അതായത് AU എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അത്രയും ഡിസ്റ്റൻസ് ആണ് ഇതിന് സണ്ണിൽ നിന്നുള്ളത്. അപ്പോൾ നമ്മൾ എർത്തിൽ നിന്നും ഏകദേശം 1.9 ഡിസ്റ്റൻസ് ഒക്കെയാണ് അതിന് വരുന്നത്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ 1,55,000 km/h ആണ് ഇതിൻ്റെ സ്പീഡ്. ഇതിൻ്റെ സെക്കൻഡിലാണെങ്കിൽ 32 km/s. റൊട്ടേഷൻ എന്ന് പറയുന്നത് 4.3 hours ആണ് എടുക്കുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കോമയും അതേപോലെ തന്നെ നല്ല ഡസ്റ്റും ഉണ്ട്. ഗ്യാസ് എമിഷൻസും ഉണ്ടായിരുന്നു ഇതിനും ഒരു റെഡിഷ് കളർ ഉണ്ടായിരുന്നു, ലൈക്ക് അതർ കോമറ്റ് അല്ലെങ്കിൽ നമ്മുടെ കെപ്ലർ ബെൽറ്റിൽ വരുന്ന ഒബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, അതിനൊക്കെ ഉണ്ടാകുന്ന ഒരു കോസ്മിക് റേഡിയേഷൻ്റെ വെച്ചിട്ടുണ്ടാകുന്നൊരു ആ ഒരു റെഡിഷ് കളർ ഇതിനും ഉണ്ടായിരുന്നു. ഇതിന് വളരെ ചെറിയ ഒബ്സർവേഷൻ വിൻഡോ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അതിനുശേഷം ഇത് മാർസിൻ്റെ ഓർബിറ്റിലൂടെ അകന്നുപോയി. പിന്നെ ഭൂമിയുടെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ 1.9 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഡിസ്റ്റൻസ്, ആ ഒരു ഡിസ്റ്റൻസിൽ ഇത് വന്നു. ഭൂമിയും സൂര്യൻ തമ്മിലുള്ള ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, അതിനേക്കാൾ ഒരു 0.9 ആ ഒരു ഡിസ്റ്റൻസിൽ ഇത് വന്ന് വളരെ വേഗത്തിൽ എന്നേക്കുമായി മറ്റൊരു ലോകത്തേക്ക് അത് നമ്മുടെ ഈ ഒരു ഗാലക്സി വിട്ടിട്ട് പോയി. ഇനി ഇപ്പോഴത്തെ താരം 3i അറ്റ്ലസ്. 3i അറ്റ്ലസിൻ്റെ മറ്റൊരു പേരാണ് CBAR 2025 N1 അറ്റ്ലസ്. 2025 ജൂലൈ 1 അറ്റ്ലസ് സർവേ ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ മൂന്നാമത്തെ ഇൻറ്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റാണ് ഈ 3i അറ്റ്ലസ്. ഇറ്റ് ഫോളോസ് എ ഹൈപ്പർബോളിക് ട്രജക്ടറി. ഏകദേശം 52 km/s ആണ് ഇതിൻ്റെ സ്പീഡ്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ കെമിക്കൽ കോമ്പൗണ്ട്സ് ആൻഡ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. നമ്മുടെ JSW ജെയിംസ് വെബ് ടെലിസ്കോപ്പ് പറയുന്നത് ഇതിൻ്റെ ഹൈ റിച്ച് കാർബൺ ഡയോക്സൈഡ് കണ്ടൻറ്റ് ഉണ്ടെന്ന്. 3i അറ്റ്ലസ് എന്താണ്? 3i അറ്റ്ലസിൻ്റെ ഇന്നത്തെ ഒരു പ്രാധാന്യം എന്തുകൊണ്ടാണ് എല്ലാവരും ഇതിൻ്റെ പുറകെ ഓടുന്നത്? ഏതൊക്കെ ഗ്രഹത്തിൻ്റെ അടുത്തുകൂടിയായിരിക്കും ഇവൻ കടന്നു പോകുന്നത്? അല്ലെങ്കിൽ എത്ര കാലം ഈ 3i അറ്റ്ലസ് ഇവിടെ ഉണ്ടാവും? എന്നാണ് ഇവൻ നമ്മുടെ സൗരയൂഥത്തിന് വിട്ടുപോവുക? ഇത് ഭൂമിൻ്റെ നേരെ വരുമോ? അല്ലെങ്കിൽ ഇതൊരു ഏലിയൻ പേടകമായിട്ട് ആൾക്കാർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. 2025 ജൂലൈ 1 നമ്മൾ ഇതിനെ ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. ഇതിനെ കണ്ടുപിടിക്കുന്ന സമയം തന്നെ 3i അറ്റ്ലസ് ഓൾറെഡി ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്ററിൽ എത്തിയിരുന്നു. ആ ഒരു ഓർബിറ്റിലേക്ക് എൻട്രി ചെയ്ത സമയത്താണ് നമ്മൾ ഇതിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. 14th സെപ്റ്റംബർ ആയപ്പോഴേക്കും നിയർ ടു മാർസ്, അതായത് മാർസ് ഓർബിറ്റിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തി. ഒരു 3rd ഒക്ടോബർ ആയ സമയത്ത് മാർസിൻ്റെ അടുത്തുകൂടെ കടന്നുപോയി. വളരെ അടുത്തുകൂടെയാണ് പോയത്. വളരെ അടുത്തെന്ന് പറയുന്നത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടെ 30 മില്യൺ കിലോമീറ്ററാണ്, അതായത് 1.8 AU. AU എന്ന് പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. എർത്തും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് 1 AU എന്ന് പറയുന്നത്. അപ്പോൾ 1.8 AUവിലാണ് അത് അതിലെ പാസ് ചെയ്തത്. 29th ഒക്ടോബറിലാണ് ഇത് സൂര്യൻ്റെ ഏറ്റവും അടുത്തെത്തുന്നത്, അതായത് 1.5 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. പിന്നെ 2026 നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ചാൻസ്, കാരണം ഇത് സൂര്യൻ്റെ ഇപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിനെ കാണാൻ വേണ്ടി പറ്റില്ല. 2026 മാർച്ച് 16 ആകുമ്പോൾ ഇത് ജൂപ്പിറ്ററിൻ്റെ അടുത്തെത്തും. അപ്പോൾ ജൂപ്പിറ്ററിന് അതൊരു അപ്രോക്സിമേറ്റ്ലി അവിടെ നമ്മൾ ഏകദേശം പ്രതീക്ഷിക്കുന്നത് 53.6 മില്യൺ കിലോമീറ്റേഴ്സാണ്. ഇത് 53.6 മില്യൺ കിലോമീറ്റർ, അത് ആസ്ട്രോണമിക്കൽ യൂണിറ്റിൽ പറയുകയാണെങ്കിൽ 0.358 ആസ്ട്രോണമിക്കൽ യൂണിറ്റാണ്. അപ്പോഴാണ് ആ ഒരു ഡിസ്റ്റൻസിലാണ് അത് ജൂപ്പിറ്ററിൻ്റെ അടുത്ത് കൂടി കടന്നു പോകും. അപ്പോൾ നമുക്ക് ഏകദേശം 6 മാസം സമയമുണ്ട്. ഇത്രയും കാലം ഇവന് ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു ഗ്യാപ്പിലാണ് 3i അറ്റ്ലസിനെ കുറിച്ച് പഠിക്കാൻ പറ്റുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ ഈ ഒരു സമയം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നാസ കൂടെ വിചാരിക്കണം. പക്ഷേ നാസ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിങ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒരു കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുന്നില്ല. അതിനർത്ഥം അവർ പഠിക്കുന്നില്ല എന്നല്ല, നമുക്ക് ഡാറ്റാസ് കിട്ടുന്നില്ല. ഈ പറഞ്ഞ ജൂപ്പിറ്ററിൻ്റെ ചുറ്റും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ അയച്ച കുറച്ച് സ്പേസ് പ്രോബ്സ് ഉണ്ട്. അതുപയോഗിച്ചിട്ടും അതേപോലെ മാർസിൻ്റെ ചുറ്റുള്ള സ്പേസ് പ്രോബ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാമായിരുന്നു. ഇപ്പോൾ മാർസിൻ്റെ ചുറ്റുള്ളതിനെക്കുറിച്ച് പഠിച്ചോ ഇല്ലയോ എന്നുള്ള ഇൻഫർമേഷനൊന്നും നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ഇനി നമുക്ക് ഉള്ളത് ജൂപ്പിറ്ററിന് ചുറ്റും കറങ്ങുന്ന ജൂനോ എന്ന് പറയുന്നുള്ള സാറ്റലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കും. അതിന് പക്ഷേ നാസ കൂടി വിചാരിക്കണം. ഇനി നമ്മൾ ഇവനെ എങ്ങനെയാണ് കണ്ടെത്തിയത് നോക്കാം. ഇത് നമ്മുടെ ഭൂമിയുടെ നേരെ വരുന്ന കോമറ്റുകളെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന അറ്റ്ലസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ആസ്ട്രോയിഡ് ടെലസ്ട്രിയൽ ഇമ്പാക്റ്റ് ലാസ്റ്റ് അലേർട്ട് സിസ്റ്റം. ഈ ഒരു സംവിധാനം അറ്റ്ലസ്, ഈ അറ്റ്ലസിൻ്റെ സർവേ ടെലിസ്കോപ്സ് ആണ് ഇതിനെ കണ്ടുപിടിച്ചത്. എന്താണ് സർവേ ടെലിസ്കോപ്സ്? അതായത് രാത്രിയിൽ ആകാശത്തെ കണ്ടിന്യൂസ്ലി സ്കാൻ ചെയ്ത് ഫോട്ടോ എടുക്കുന്ന ടെലിസ്കോപ്പുകളെയാണ് നമ്മൾ സർവേ ടെലിസ്കോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് രാത്രിയിൽ അനങ്ങാതിരിക്കുന്ന വസ്തുക്കളുണ്ടാവില്ല. അനങ്ങാതെ വെച്ചാൽ ചെറിയ കമ്പാരിങ് വിത്ത് അതർ സ്റ്റാർസ് ആൻഡ് പ്ലാനറ്ററി
കുറച്ചും കൂടി സ്റ്റാറ്റിക് ആണല്ലോ അതൊക്കെ. അപ്പോൾ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന വസ്തുക്കളെ പെട്ടെന്ന് ഇത് ക്യാപ്ചർ ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഉൽക്കകളും വാൽനക്ഷത്രങ്ങളൊക്കെ അത് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും അറ്റ്ലസിൻ്റെ സിസ്റ്റംസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇതൊരു സർവേ ടെലിസ്കോപ്പിൻ്റെ നെറ്റ്വർക്കാണ്. സോ ഈ നെറ്റ്വർക്കിൻ്റെ ഇടയിലുള്ള ചിലിയിലുള്ള ഫെസിലിറ്റിയാണ് ഇതിനെ കണ്ടുപിടിച്ചത്. അതിനുശേഷം കുറച്ചുകൂടി ഹൈ പവർ ടെലിസ്കോപ്സ് നമ്മുടെ എർത്തിലുള്ളതും സ്പേസിലുള്ള ജെയിംസ് വെബ്, ഹാബിൾസ് ടെലിസ്കോപ്സ് ഒക്കെ പോലെയുള്ള ടെലിസ്കോപ്സ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ട്രജക്ടറി, ഇതിൻ്റെ സ്പീഡ്, ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഏതൊരു ആംഗിളിൽ വരുന്നു തുടങ്ങിയ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ പരമാവധി ഇത്തരത്തിലുള്ള ഹാബിൾസ് ടെലിസ്കോപ്സും ജെയിംസ് വെബ് ടെലിസ്കോപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഇതിനെക്കുറിച്ച് നടത്തിയ ഈ ഒരു പഠനത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി 3I അറ്റ്ലസ് എന്ന് പറയുന്നത് ഒരു വാൽനക്ഷത്രമാണെന്ന്. ഒരു വാൽനക്ഷത്രത്തിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളുണ്ടാവും. അതായത് കോമറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ഈ കാണുന്ന ന്യൂക്ലിയസിന് ഐസ്, ഡസ്റ്റ്, പാറകഷ്ണങ്ങൾ ഇതൊക്കെ ചേർന്നിട്ടായിരിക്കും ന്യൂക്ലിയസ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ ഭാഗമാണ് കോമ. ഈ കോമ ന്യൂക്ലിയറിന് ചുറ്റും ഒരു ഔറ പോലെ, ഒരു ആവരണം പോലെ പൊടിയും വാതകങ്ങളും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതിന് ചുറ്റും ഒരു ഫോം ചെയ്ത് വരുന്നു. ഇത് സൂര്യൻ്റെ അടുത്തേക്ക് വരുന്തോറാണ് നമുക്ക് കാണാൻ കഴിയുക. അത് തണുത്ത പ്രദേശങ്ങളിൽ നമുക്കത് കാണാൻ പറ്റില്ല. അത് സൂര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സൂര്യൻ്റെ ചൂടും റേഡിയേഷനും കൊണ്ട് ഐസ് നീരാവിയായിട്ട് നമുക്കതിൻ്റെ ചുറ്റും ആ ഒരു ഫോർമേഷൻ കാണും. ഇനി നമ്മളെല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിങ്ങനെ മുന്നോട്ട് എന്തായാലും നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് അതിഭയങ്കരമായ സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെന്ന്. സോ ഈ ഒരു സ്പീഡിൽ ഇത് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ വരുന്ന നീരാവിയും പൊടിപടലും ചേർന്നുണ്ടായിരിക്കുന്ന ഔറ പോലെയുള്ള ആ ഒരു കോമ അത് പിന്നിലോട്ട് പോകുന്നതുകൊണ്ടാണ് ഇതിന് വാലുണ്ടാവുന്നതെന്ന്. പക്ഷേ ഈ ഡസ്റ്റും ഈ നീരാവിയും മിക്സ് ചെയ്തിട്ട് ചൂട് പിടിച്ച് ഇതിൻ്റെ ശക്തിയായ മുന്നോട്ടുള്ള വേഗത കൊണ്ടല്ല പിന്നിലോട്ട് പോകുമ്പം അതിന് ആ ഒരു വാലുണ്ടാവുന്നത്. അങ്ങനെ വിചാരിച്ചെങ്കിൽ തെറ്റി. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂര്യനുള്ള റേഡിയേഷൻ പ്രഷർ മൂലം ഈ കോമയും നീരാവിയും ഡസ്റ്റും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പുഷ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സൂര്യനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഈ ഒരു ആനിമേഷനിൽ നോക്കുകയാണെങ്കിൽ, ഇപ്പം നാസ ഷെയർ ചെയ്തൊരു ആനിമേഷനാണ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ടോ, ഇതിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോഴും ഇതിൻ്റെ വാൽ ഇങ്ങോട്ട് തന്നെയുള്ള ഫ്രണ്ടിലോട്ട് തന്നെയുള്ള. അപ്പോൾ അത് എപ്പോഴും സൂര്യന് ഓപ്പോസിറ്റ് ആയിട്ടാണ് അത് ഉണ്ടാവുക. അത് സൂര്യനിൽ നിന്നുള്ള റേഡിയേഷൻ പ്രഷർ മൂലമാണ് ഇത് സൂര്യൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എപ്പോഴും കാണുന്നത്. ആദ്യം എടുത്ത ചിത്രങ്ങളിൽ വാൽനക്ഷത്രത്തിൻ്റെ വാൽ അത്ര വ്യക്തമായിട്ടില്ല. പിന്നെ ഹബിൾ ടെലിസ്കോപ്പാണ് ഇതിന് ചെറിയൊരു വാലുണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഇപ്പോൾ കാണുന്ന ഈ ചിത്രങ്ങൾ ഒരുവിധം എല്ലാ ചിത്രങ്ങളും AI ജനറേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ ഇമാജിനേഷൻ വെച്ചിട്ട് ഉണ്ടാക്കിയ ഇമേജസ് ആണ്. ഇതൊന്നും OG ഇമേജസ് അല്ല. OG ഇമേജസ് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾ വിചാരിച്ച ലെവലുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ബാക്കിയൊക്കെ നമ്മുടെ ഒരു ഇമാജിനേഷനും കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി നമ്മളിപ്പോൾ കിട്ടിയിട്ടുള്ള, ഞാനിപ്പോൾ ഒരു ഫീച്ചർ എന്നൊക്കെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ അടുത്തുള്ള ഇത്രയും ഇത്രയും ഡാറ്റാസ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ ഇതൊരു നമ്മുടെ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക്സ് ആയിട്ടുള്ള ChatGPT അല്ലെങ്കിൽ പെർപ്ലക്സിറ്റി ഇതേപോലെയുള്ള അല്ലെങ്കിൽ ജെമിനിയോ പോലത്തിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു ഔട്ട്പുട്ട് ഞാൻ കാണിച്ചത്. നമ്മൾ വളരെ ബേസിക് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കോമൺ മാൻ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിലുള്ള ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി അഡ്വാൻസ് ലെവൽ ഉപയോഗിക്കുന്ന ലാബ്സ്, അതായത് നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസി അല്ലെങ്കിൽ ആ ലെവൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഇൻപുട്സ് കൊടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു റിപ്ലിക്കേഷൻ അവർക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഇമേജുകളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് സ്പീഡ് എന്ന് പറയുന്നത് 58 km/s സ്പീഡിലാണ് ഇത് സഞ്ചരിക്കുന്നത്. സൈസ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ മുതൽ 46 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഒരു സൈസ്. കാരണം ഈ കോമ ഉള്ളതുകൊണ്ട് നമുക്കത് കറക്റ്റ്ലി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ km/h അതിലേക്ക് സ്പീഡ് പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് ഒബ്ജക്റ്റ് 5 കിലോമീറ്റർ മുതൽ 46 കിലോമീറ്റർ വലുപ്പമുള്ള ഈ ഒരു ഹ്യൂജ് ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 2,80,800 km/h ആണ് അതിൻ്റെ സ്പീഡ്. അത് ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 2 ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ്. ഒമോവയുടെ സ്പീഡ് നമ്മൾ പറഞ്ഞത് 26 km/s, ബോറിസോവിൻ്റെ 32 km/s. അത് രണ്ടിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് 58 km/s സ്പീഡിലാണ് ഇത് സഞ്ചരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്പീഡ് ഒറ്റയടിക്ക് നമുക്ക് ഇതിൽ നിന്ന് സ്പീഡിൽ നിന്ന് ഒറ്റയടിക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റാണ്. അക്കാര്യത്തിൽ നമുക്ക് ഡൗട്ടില്ല. ഇനി രണ്ടാമതായിട്ട് ഇതിൻ്റെ സഞ്ചാരപാത. ഇത് നമ്മുടെ യൂണിവേഴ്സിലല്ല, ഇതിപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റ് അല്ലായിരുന്നെങ്കിൽ, ഇത് നമ്മുടെ സോളർ സിസ്റ്റത്തിൻ്റെ ഉള്ളിലായിരുന്നെങ്കിൽ ഇതിൻ്റെ ട്രജക്ടറി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ വൃത്തത്തിലായിരിക്കും, അല്ലെങ്കിൽ ദീർഘവൃത്തത്തിലായിരിക്കും. ബാക്കിയുള്ള പ്ലാനറ്റ്സും ബാക്കി എല്ലാവരും കറങ്ങുന്ന പോലെ അത് സൂര്യൻ്റെ ഒരു ഗ്രാവിറ്റേഷൻ പുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വട്ടം കറങ്ങിയേനെ. പക്ഷേ 3I അറ്റ്ലസിനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയല്ല, ഒരു ഹൈപ്പർബോളിക് ട്രജക്ടറിയാണ്. അങ്ങനത്തെ ഒരു പാതയാണ് ഇതിൻ്റെ. അതും ബാക്കിയുള്ളതിനെയും കാട്ടി കുറച്ച് എക്സ്ട്രീമിലിയാണ്. അപ്പോൾ ഈ ഒരു ഡിറക്ഷനിൽ ഈ ഒരു ആംഗിളിലും സഞ്ചരിക്കുന്ന ഒരു വസ്തു ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അത് അതിൻ്റെ പാത്ത് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് എക്സിറ്റ് ചെയ്ത് പോയിക്കോളും.
അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ടു മച്ച് ഹൈപ്പർബോളിക് ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത കമ്പയറിംഗ് വിത്ത് അതർ ഇൻട്രസ്റ്റലർ ഒബ്ജക്റ്റ്, വളരെ വ്യത്യസ്തമായ ഒരു കോമ്പോസിഷനാണ് ഇതിൽ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഏലിയൻസും ബാക്കിയുള്ള കഥകളൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നത്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു കോമ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന്. കോമ സൂര്യനോട് അടുക്കും തോറും ഐസ് ഉരുകി നീരാവിയായിട്ട് ഡസ്റ്റിൽ ചേർന്ന് കോമ ഉണ്ടാകുന്നു. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെയുള്ള എല്ലാ കോമകളെ കുറിച്ചും പഠിച്ചത്. ഇതാണ് ഇതിന് പിന്നിലെ തിയറി. അപ്പോൾ ആ വെള്ളത്തിൽ നിന്ന് നീരാവി പുറത്തേക്ക് പോകുന്നു. പക്ഷേ 3A അറ്റ്ലസിൻ്റെ കേസിൽ കോമ ഇതേ കാര്യങ്ങളൊക്കെ സെയിം ആണ്. പക്ഷേ ഇതിൽ വരുന്ന കോമയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഐസാണ് കൂടുതൽ കാണുന്നത്. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കൂടുതൽ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ ഒരു കോമ്പോസിഷൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തന്നെ നമ്മളിത് ഏലിയൻ്റെ ഒരു പേടകമെന്ന് ഉറപ്പിക്കേണ്ട. കാരണം മേ ബി നമ്മൾ ഇതുവരെ കണ്ടെത്തിയതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കോമറ്റ് ആയിരിക്കണം ഇത്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ കാർബൺ ഓൺലി സൾഫൈഡ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള സാധനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്തലുകൾ നടക്കുന്നുണ്ട്. പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ കോമറ്റിൽ കാണാത്ത പലതരം വ്യത്യസ്തമായിട്ടുള്ള ചില കോമ്പോസിഷനും വളരെ വിയേർഡായിട്ടുള്ള കുറച്ച് ബിഹേവിയർ ഇതിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഇതിനൊരു ഏലിയൻ പേടകമായിട്ടൊക്കെ ആൾക്കാർ ഈ ഒരു രീതിയിൽ സങ്കല്പിച്ചെടുക്കുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3A അറ്റ്ലസിൻ്റെ ഒറിജിനേറ്റഡ് സോളാർ സിസ്റ്റം മേ ബി ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ അത് സോളാർ സിസ്റ്റത്തിലൊക്കെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കും അവിടെ ഉള്ളത്. കാരണം ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ നിക്കലിൻ്റെ സാന്നിധ്യം. നിക്കൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിക്കലിൻ്റെ കാര്യത്തിൽ. നിക്കൽ സാധാരണ രീതിയിൽ തനിച്ച് കാണാറില്ല, ഓൾവേസ് Fe, അതായത് അയോൺ കൂടെ ഉണ്ടാവും. അപ്പോൾ അതേപോലെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാർ സിസ്റ്റം ഉണ്ടാകുന്ന സമയത്ത് നിക്കൽ, അയൺ പോലെയുള്ള ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളൊക്കെ സ്റ്റാർസിൻ്റെ സെൻട്രലൈസ്ഡ് ഏരിയയിൽ ഒരു സെൻട്രൽ സോൺസിലായിരിക്കും അത്തരം ഗ്രഹങ്ങളിലും ഒബ്ജക്റ്റുകളിലൊക്കെ ഉണ്ടാവുക. പക്ഷേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ 3A അറ്റ്ലസ് എന്ന് പറയുന്നത് ഒരു അത്തരം ഒരു അത് വന്ന സ്റ്റാറിൻ്റെ ആ ഒരു സോണിനായിരിക്കും വരുന്നതെന്ന്. പക്ഷേ വാൽനക്ഷത്രങ്ങൾ പൊതുവേ ഫോം ചെയ്യുന്നത് കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു സോണിലാണ്. അത് കുറച്ച് അകലെയാണ് അത് ഫോം ചെയ്യാറ്. പിന്നെ വാതകങ്ങളും വോളറ്റൈൽ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ലോ ബോയിലിംഗ് പോയിന്റുള്ള പെട്ടെന്ന് വാതകങ്ങളാവുന്ന കോമ്പൗണ്ട്സ് ആണ്. സോ 3A അറ്റ്ലസിൻ്റെ വാതകങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ഔട്ടർ സോണിലാവാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ബിഹേവിയറാണ് ഇതിനെ മറ്റു കോമറ്റുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. ഇതിനെ മൊത്തത്തിലൊരു ഏലിയൻ സ്പേസ് ക്രാഫ്റ്റാണ് എന്നുള്ളൊരു വിശേഷണമൊക്കെ വരാനുള്ള കാരണം. ഇതിൻ്റെ പിന്നിൽ പ്രധാനമായിട്ട് പ്രവർത്തിച്ചത് ഹാർഡ്വെയർ യൂണിവേഴ്സിറ്റിയിലെ മിസ്റ്റർ ആവിൽ ലോബ്സ് ആണ് ഇതിനെ ഏലിയൻ സ്പേസ് ക്രാഫ്റ്റായിട്ട് കാണുന്നത്. പുള്ളി ഒമോമ കടന്നുപോയ സമയത്തും ഇതേപോലെ തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഇതിനെ ഒരു ഏലിയൻ സ്പേസ് ഷിപ്പായിട്ട് കാണുന്നതിന് ഒരുപാട് റീസൺസ് പറയുന്നുണ്ട്. അതിനൊരുപാട് പ്രൂഫ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ബാക്കിയുള്ള സയൻറ്റിസ്റ്റുകൾക്കൊന്നും അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഇതങ്ങനെയല്ല എന്ന് പറയാനിരിക്കാനുള്ള യാതൊരു തെളിവുകളും ആരുടെയും കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ വാദിക്കാൻ നിലവിൽ പോസിബിൾ അല്ല. സോ ഭൂമിയുടെ അരികിലൂടെ ഇത് കടന്നു പോകാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഇനിയൊരു റോക്കറ്റ് ഉണ്ടാക്കി അതിൻ്റെ പുറകെ അയക്കാനും സാധിക്കില്ല. കാരണം ഒന്ന് അതിൻ്റെ ആ ഒരു ട്രജക്ടറി പോകുന്ന രീതി, പിന്നെ ഇതിൻ്റെ ഒരു ഹൈ സ്പീഡ്, ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ടാണ് മാർസിന് ചുറ്റും കറങ്ങുന്ന സ്പേസ് റോബുകളും ജൂപ്പിറ്ററിന് ചുറ്റും കറങ്ങുന്ന ജൂനോ പോലെയുള്ള സ്പേസ് ക്രാഫ്റ്റുകളും ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. 2011 ഓഗസ്റ്റ് 5 ഫ്ലോറിഡയിൽ നിന്നും നാസ വിക്ഷേപിച്ച ജൂനോ 2016 ജൂലൈ 4 ജൂപ്പിറ്ററിൻ്റെ അടുത്തെത്തിയത്. അവിടെ ഈ ജൂനോനെ കുറിച്ചാണ് എല്ലാവരുടെയും ഒരു പ്രതീക്ഷ. ഇത് ജൂനോൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ജൂനോ എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷേ എൻ്റെ പേഴ്സണലായ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ ജൂനോനെ നമ്മൾ അയച്ചിരിക്കുന്ന ജൂപ്പിറ്ററിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു പോളാർ ഓർബിറ്റൽ ലോക്ക് മോഡിലായിരിക്കും ഇത് അതിന് ചുറ്റും കറങ്ങുന്നത്, അല്ലെങ്കിൽ ഇത് അതിനെക്കുറിച്ച് പഠിക്കുന്നത്. കാരണം എന്നാൽ മാത്രമേ അതിന് മാക്സിമം ക്ലോസർ ഡിസ്റ്റൻസിൽ പോയിട്ട് ആ ഒരു പാത്ത് ഫോളോ ചെയ്തിട്ട് സഞ്ചരിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് അതിൻ്റെ ഫുട്ടേജ് എടുക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ സാധിക്കുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇതിപ്പോൾ കിലോമീറ്ററിൽ പറയുകയാണെങ്കിൽ 2,10,000 km/h സ്പീഡിലാണ് ഇത് സഞ്ചരിക്കും. ബട്ട് ഇറ്റ് സ്റ്റിൽ ബോണ്ടഡ് വിത്ത് ദ ഗ്രാവിറ്റി ഓഫ് ജൂപ്പിറ്റർ. സോ ജൂപ്പിറ്ററിൻ്റെ ഗ്രാവിറ്റിയിൽ അത് ബോണ്ട് ചെയ്തിട്ട് തന്നെയാണ് അത് അതിന് ചുറ്റും കറങ്ങുന്നത്. പക്ഷേ ജൂനോ ഇപ്പോൾ കറണ്ട് പെർഫോം ചെയ്യുന്ന ഒരു കോഴ്സ് മാറ്റിയിട്ട് പുതിയൊരു കോഴ്സ് നമ്മളെ ന്യൂ കോഴ്സ് ചേഞ്ച് ചെയ്താൽ തന്നെ ആഫ്റ്റർ റീച്ചിങ് ജൂപ്പിറ്റർ എഗെയിൻ ഒരു ഇൻ്റർപ്ലാനറ്ററി ട്രാവൽ ഇതിന് സാധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ജൂനോനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജൂപ്പിറ്റർ എത്തുന്ന വരെയുള്ള ഒരു ഇൻ്റർപ്ലാനറ്റ് ട്രാവലിംഗ് ആണ്. ഈ പറഞ്ഞ എല്ലാത്തിൻ്റെ ഇടയിലൂടെ പോയിട്ടാണ് അതവിടെ ജൂപ്പിറ്ററിൽ എത്തിയിരിക്കുന്നത്. സോ അതിൻ്റെ ട്രാവൽ റീഡിസൈൻ ചെയ്ത് അതിൻ്റെ ട്രജക്ടറിയിൽ ചേഞ്ച് ചെയ്യാൻ ശക്തമായൊരു എൻജിൻ, അതായത് ഇപ്പോൾ ട്രജക്ടറി ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള റോക്കറ്റ് ഫെസിലിറ്റീസ് വേണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു
മൈന്യൂട്ട് ചേഞ്ചസ് വരുത്താനുള്ളതും അതിൻ്റെ കറണ്ട് പ്രൊജക്ടറി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സിസ്റ്റം ആയിരിക്കും അതിനുണ്ടാവുക. അത്രയും അഡ്വാൻസ് ആയിട്ട് അതിന് അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ 3A അറ്റ്ലസിൻ്റെ പുറകെ പോകാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ അതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സ്റ്റിൽ എനിക്ക് ഒരു ഡൗട്ടുണ്ട് ജൂനോയ്ക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന്. ഇനി ഇത് എത്തുന്ന സമയത്ത് ജൂനോ സ്റ്റിൽ വർക്കിംഗ് ആണെങ്കിൽ അതിൻ്റെ ട്രജക്ടറിൻ്റെ അലൈൻമെൻറ്റ്സും എല്ലാം കറക്റ്റ് ഫേവറബിൾ ആണെങ്കിൽ ചെറിയൊരു സാധ്യതയുണ്ട്. മനുഷ്യൻ്റെ അതിരുകൾ ബഹിരാകാശം വരെ നീളുമ്പോൾ അന്വേഷണത്തിനും ആശയങ്ങൾക്കും അതിരുകളില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നു. നക്ഷത്രങ്ങൾക്കപ്പുറം സ്വപ്നം കാണാൻ ധൈര്യപ്പെട്ടവർക്കായി 3A അറ്റ്ലസ് ഒരു യാത്രയാണ്, അന്വേഷണത്തിൻ്റെയും കണ്ടെത്തലുകളുടെയും.